ഇവൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംശയം തോന്നി. CCTV നോക്കിയപ്പോൾ മുഖത്ത് മാസ്കിട്ട ഒരാൾ വീടിനെ ലക്ഷ്യമാക്കി വരുന്നുണ്ടായിരുന്നു. അപകടം മണത്ത അവൾ വേഗം വസ്ത്രം മാറി പോലീസിനെ വിളിക്കാൻ നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയി. പരിഭ്രാന്തയായ അവൾ രണ്ടാം നിലയിലെ ബാൽക്കണിയിലേക്ക് ഓടിപ്പോയി താൻ പോലീസിനെ വിളിച്ചെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കറുത്ത വസ്ത്രധാരിയായ ആളെ ഭയപ്പെടുത്താനായിരുന്നു അത്. ശേഷം അകത്തുകയറി വാതിലടച്ച അവൾ പവർ ബാങ്ക് ഉപയോഗിച്ച് ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു. അപ്പോഴേക്കും അയാൾ വാതിൽക്കലെത്തിയിരുന്നു. ജനലുകളിൽ പ്രൈവസി ഫിലിം ഉണ്ടായിരുന്നതിനാൽ അയാൾക്ക് അകത്തേക്ക് കാണാൻ കഴിയില്ലായിരുന്നു. ശ്വാസമടക്കി പിടിച്ച് അവൾ നിന്നു. അയാൾ പിൻവാതിലിലേക്ക് നീങ്ങിയപ്പോഴാണ് അത് പൂട്ടിയിട്ടില്ലെന്ന കാര്യം അവൾ ഓർത്തത്. ഓടിയെത്തിയ അവൾ അയാൾ അകത്തു കടക്കും മുൻപ് വാതിലടച്ചു പൂട്ടി. അയാൾ അകത്തേക്ക് ഒളിഞ്ഞു നോക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. അവൾ വീണ്ടും ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു. എന്നാൽ ആ വില്ലയ്ക്ക് ചുറ്റും നടന്ന് അകത്തുകയറാൻ വഴി തിരയുകയായിരുന്നു അയാൾ. അവൾ പോലീസിനെ വിളിക്കാൻ നോക്കിയെങ്കിലും കണക്ട് ആയില്ല. കാരണം അയാൾ വീടിന്റെ ഇന്റർനെറ്റ് ലൈൻ മുറിച്ചിരുന്നു. തകർന്ന നിലയിലായ അവൾ സീലിംഗിലെ സ്മോക്ക് ഡിറ്റക്ടർ കണ്ട് അതിന് താഴെ തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചു. അലാറം അടിച്ചെങ്കിലും അയാൾ ഒട്ടും പരിഭ്രാന്തനാകാതെ കയ്യിലെ റിമോട്ട് ഉപയോഗിച്ച് അത് ഓഫ് ചെയ്തു. പിന്നീട് അയാൾ മുൻവാതിൽ തല്ലിപ്പൊളിക്കാൻ തുടങ്ങി. കുറച്ചുനേരം കഴിഞ്ഞ് അയാൾ പിന്മാറിയപ്പോൾ അവൾ പിൻവാതിലിലൂടെ രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അവിടെ വെച്ച് അയാളുമായി മുഖാമുഖം കണ്ടു. അയാൾ അവിടുത്തെ ഗ്ലാസ് തല്ലിപ്പൊളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വീട്ടുവാതിൽക്കൽ ബെല്ലടിച്ചത്. താൻ ഓർഡർ ചെയ്ത ഭക്ഷണം വന്നതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ രണ്ടാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് ഡെലിവറി ബോയിയോട് പോലീസിനെ വിളിക്കാൻ ആംഗ്യം കാണിച്ചെങ്കിലും ദൂരം കൂടുതലായതിനാൽ അവന് മനസ്സിലായില്ല. അടുത്ത നിമിഷം അയാൾ ആ ഡെലിവറി ബോയിയെ കൊലപ്പെടുത്തി.